ആൾക്കാരെ കൊണ്ടുവന്ന വെള്ളമല്ല തീർന്നത്. ഇനിയിപ്പോൾ ഏക വഴിയെന്ന് വെച്ചാൽ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വെള്ളം എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. കുടിക്കാൻ പറ്റുന്ന പുള്ളിക്കാരൻ പറഞ്ഞേ, നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്തായാലും തിരിച്ചു പോകുമ്പോൾ വെള്ളമില്ലാതെ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മുടെയൊക്കെ തീർന്നായിരുന്നു. അത്രയുണ്ട് നടക്കാൻ. രാവിലെ ആയിട്ട് തന്നെ നമ്മൾ അത്രയും ടയർഡായി. ഇനിയിപ്പോൾ ഈ ഉച്ചയ്ക്ക് പറ്റത്തില്ല വെള്ളമില്ലാതെ. ഇതാ ഈ വെള്ളമാണ് കേട്ടോ ഇനി കുടിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ആവേശം, അതിൻ്റെ പുറത്തിറങ്ങി തിരിച്ചതാ. പക്ഷേ ആ കയറിപ്പോകുന്ന വഴിയും കയറിപ്പോയതിന് ശേഷം കിട്ടിയ ആ ഒരു വ്യൂ പോയിൻ്റ്, വ്യൂ എന്നല്ല പറയേണ്ട, അതിൽ സ്വർഗം. 26 കൊല്ലത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു വെള്ളച്ചാട്ടം, അതിന് നടുക്കൊരു നാച്ചുറൽ പൂള്, അതിനകത്ത് കുളിക്കുന്നത് ഫസ്റ്റ് ടൈം എവർ. പക്ഷെ ഒടുക്കത്തെ ഫീല് എന്താ പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ തണുപ്പില്ലേ, നമ്മൾ എത്ര സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചാലും അത് കിട്ടൂല. കാര്യമായിട്ടാ അമ്മാതിരൊരു തണുപ്പും വേറെ ലെവൽ ഫീലും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയിരുന്നപ്പോൾ തലയിലേക്ക് ഇങ്ങനെ വെള്ളമടിച്ച് വീഴുക. പക്ഷേ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഫീലില്ലേ, ഇതൊക്കെ വീഡിയോസിൽ കണ്ടതല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. എൻ്റെ മക്കളെ വർത്ത്, പക്കാ വർത്ത്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു പോയി. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തോ, വെറുതെ ആവില്ല. കൊടുക്കുന്ന പൈസ പക്കാ മുതലാണ്. പിന്നെ ട്രക്കിങ് ചെയ്ത് കയറി പോകാനുള്ളൊരു ആംബിയറാണ്. അത് കുറച്ചുണ്ട് പോകാൻ. അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ്.